ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നവീൻ ആദ്യയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം യാത്രയും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയം തന്നെ ശ്രുതി ഒരു പുതിയ സെക്യൂരിറ്റി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കണ്ടുകൊണ്ട് ശ്രുതിയും ആകെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇവനുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നതും ശമ്പളം എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒന്നും ആവുകയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി തന്നെയല്ലേ ഇയാൾ ഇവിടെ ജോലിക്ക് വെച്ചത്, എന്തായാലും വരുന്നത് വെച്ച് നമുക്ക് കാണാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നവീൻ ദാസിൻ്റെ മെസ്സേജ് ശ്രുതിയുടെ ഫോണിലേക്കായിട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതി വേഗം ഒന്ന് പരുങ്ങുന്നുണ്ട്. അതിന് ശേഷം ശ്രുതിയോടായിട്ട് പറയുകയാണ്, ശ്രുതി നീ ഇനി അവൻ്റെ ഭക്ഷണശൈലി ഒന്നും കണ്ടുകൊണ്ടിരിക്കാതെ നീ നിൻ്റെ ജോലി നോക്കി പോയി കൗണ്ടറിൽ പോയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ശ്രുതി നേരെ ശ്രുതിയെയും കൂട്ടിക്കൊണ്ടാണ് നവീനെ പോയി കാണുന്നത്. ആ ഒരു സമയത്ത് നവീൻ പറയുന്നുണ്ട്, നിന്നോട് മാത്രം വരാനല്ലേ പറഞ്ഞത്, എന്തിനു വരുന്ന ഇവിടെയും കൂട്ടിക്കൊണ്ട് വരുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന സമയത്ത് നീ കാര്യം പറ എന്ന് ശ്രുതി പറയുന്നുണ്ട്. പെട്ടെന്ന് നവീൻ പറയുകയാണ്, അന്ന് നീ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് സിംഗപ്പൂരിലാണെന്നാണ്. നീ നിൻ്റെ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവരോടും നിൻ്റെ അച്ഛൻ മലേഷ്യയിലാണെന്ന്, നീ മലേഷ്യക്കാരിയാണെന്നൊക്കെ അല്ലേ. അതേ രീതിയിൽ തന്നെ ഒരു ചെറിയ കള്ളം ഞാൻ എൻ്റെ ഭാര്യയോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിംഗപ്പൂരിൽ നിന്ന് ചെല്ലുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് ചെല്ലണമല്ല, എനിക്കതുകൊണ്ട് 5 ലക്ഷം രൂപ വേണമെന്ന് നവീൻ പറയുന്ന സമയത്ത് ശ്രുതി ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് മീര പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി നീ അവനോലെ 1000 രൂപ എടുത്തു കൊടുക്ക്, അവനവൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കട്ടെ, 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത ഇവൻ എന്ത് കാര്യത്തിൽ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീര നവീനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, നിന്നെ വീഴ്ത്താനുള്ള ചൂണ്ട അത് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് നല്ല രീതിയിൽ തന്നെ അത് പ്രവർത്തിപ്പിക്കാൻ അറിയാതോ, നീ എനിക്ക് 5 ലക്ഷം രൂപ തരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഭീഷണിപ്പെടുത്തി സംസാരിക്കേണ്ട നവീൻ. ആ ഒരു സമയത്ത് ശ്രുതി തൻ്റെ കയ്യിൽ പണമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നവീൻ അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. 2 ദിവസം കൊണ്ട് തന്നെ തനിക്ക് പണം വേണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവിന് ഇപ്പോഴും ലെറ്ററൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി ആകെ ഞെട്ടിപ്പോണ്. ശ്രുതി പറയുന്നുണ്ട്, അപ്പത്തിലെ ഈ ലെറ്ററിൽ അയക്കുന്നത് നീയാണല്ലേ എന്ന് ചോദിക്കുന്ന നേരത്തെ ഒന്നും പറയാതെ തന്നെ ചിരിച്ചുകൊണ്ട് നവീൻ അവിടെ നിന്ന് പോവുകയാണ്. നവീൻ പോയി കഴിയുമ്പോൾ മീര പറയുകയാണ് കേട്ടോ, നിൻ്റെ ഭർത്താവിനുള്ള ലെറ്ററൊക്കെ അയച്ചു കൊണ്ടിരിക്കുന്ന അപ്പോൾ ഇവൻ തന്നെയാണെന്ന് ഉറപ്പിക്കാം, എന്തായാലും ഇവനെ എന്ത് ചെയ്യാൻ ഇനി നിൻ്റെ പ്ലാനിങ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവനുള്ള പണി ഞാൻ കൊടുത്തോളാം, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് മീരയെ കൂട്ടിക്കൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രേവതിയും കൂട്ടിക്കൊണ്ട് സച്ചി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉമ്മർത്തേനെ രവി ഉണ്ടാകും. രേവതിയുടെ തലയിലുള്ള കെട്ട് കണ്ടുകൊണ്ട് രവി ആകെ പരിഭ്രമത്തോട് കൂടി തന്നെ ഓടി ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് രേവതി തുറന്ന് പറയാനുണ്ടെന്ന നേരത്തെ സച്ചി ഇങ്ങനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കാൻ കേട്ടോ. എന്നിട്ട് സച്ചി പറയുന്നത് അത് വേറെ ഒന്നുമില്ല അച്ഛാ, വണ്ടിയിൽ നിന്ന് അവൾ വീണതാണ്, അവൾക്ക് യാതൊരു ശ്രദ്ധയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നീ എന്താണ് അവളിങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അച്ഛാ, അവൾ ഹെൽമെറ്റ് മര്യാദയ്ക്ക് വെക്കാത്തത് കൊണ്ടാണ് അവളുടെ തലക്കടി കിട്ടിയത്, എന്തായാലും ഇനി നല്ല രീതിയിൽ തന്നെ അവൾ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോയിക്കോളും എന്നൊക്കെ സച്ചി പറയുകയാണ്. അങ്ങനെ അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര വന്നിട്ട് ചോദിക്കുന്നത്, നിനക്ക് എന്ത് പറ്റിയത്, നിന്റെ തലയിൽ എന്താ കിട്ടുമെന്ന് ചോദിക്കുന്ന നേരത്തെ വണ്ടിയിൽ നിന്ന് വീണതാണെന്ന് പറയുന്നുണ്ട്. അടുക്കളപ്പണി ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി മടി കാണിക്കുന്നതല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് സുഖമില്ലാഞ്ഞിട്ടാണ്, സാരമില്ല ഞാൻ അടുക്കളയിൽ കയറി ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ചന്ദ്ര വേഗം എന്ന് പറയാണ്ട്, ഇനി നീ അടുക്കളയിലൊന്നും കയറുന്നുണ്ട്, ആശുപത്രി പോയിട്ട് വന്നില്ലേ, ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോകാണ്ട്. ഇത് നമ്മുടെ രേവതിനെ സച്ചിനെ അതിലുപരി രവിയെ ആകെ അതിശയപ്പെടുത്താണ് കേട്ടോ. പെട്ടെന്ന് സച്ചി പറയുന്നത്, അച്ഛ ഇപ്പം പോയത് അമ്മയാണ്, അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന നേരത്ത് എനിക്കറിയാൻ പാടില്ല, അവൾക്ക് പല നേരത്തും പല സ്വഭാവം ഭയങ്കര മാറ്റമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് രവി സംസാരിക്കുന്നതിന് ശേഷം സച്ചിയെ രേവതിനെയും അകത്തേക്ക് ഏറ്റുവിടുകയാണ് കേട്ടോ. എന്നിട്ട് രവി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നാലും അവൾക്ക് എന്ത് പറ്റി, ഇങ്ങനെ ഒരിക്കലും ചന്ദ്ര പെരുമാറാറില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രേവതിക്കുള്ള ഭക്ഷണവുമായിട്ട് വരികയാണ് സച്ചി. രേവതിക്ക് കഞ്ഞി വാരി കൊടുക്കാനുള്ള സമയത്ത് രേവതി വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും സച്ചി നിർബന്ധിച്ച് തന്നെ വാരി കൊടുക്കേണ്ട. ആ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്തായാലും സച്ചിനെ നേരിട്ട് കണ്ടപ്പോൾ സച്ചിയേട്ടൻ എന്തൊരു വലിയ ഭീകരനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ അടുത്തറിഞ്ഞപ്പോൾ സച്ചിയേട്ടൻ്റെ സ്നേഹവും സച്ചിനെ പോലെ സ്നേഹിക്കുന്ന ആരും ഇല്ല എന്ന് എനിക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലായി എന്നൊക്കെ രേവതി പറയുകയാണ്. അത് കേൾക്കുമ്പോൾ സച്ചിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ ആ ഒരു വളരെ സന്തോഷത്തോടുകൂടിയുള്ള ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.